ഉണ്ടല്ലോ, നാഫിയ എന്റെ പേര്. ഓക്കെ മാഡം. ഓക്കെ. സാർ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഹലോ സാറേ, ഓക്കെ. റെഡി അല്ലേ? യെസ് യെസ്. അപ്പൊ ഞാൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവരും മെഡിറ്റേഷൻ കഴിഞ്ഞ് നല്ലൊരു പ്രഭാതത്തിലാണ്. ഈ ഒരു പ്രഭാതത്തിന്റെ എനർജിയാണ് നമുക്ക് ഈ ദിവസം ഉണ്ടാവുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആറ്റിറ്റ്യൂഡ് ഇസ് എവരിത്തിങ് എന്നതാണ്. ഇപ്പൊ നമ്മൾ കുറെ കാലമായി ഈ സമയത്ത് ഒരുമിച്ച് കൂടുകയും പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ തവണയാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി അതിഥിയായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്, പലരും കൊണ്ടുവരുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷ ലെവലിലേക്ക് ഉയരുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ശരിക്ക് അതിനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും സ്വതവേ ഒരു മലയാളികൾക്ക്, ഞാൻ ഉൾപ്പെടെ മലയാളികൾക്ക് ഒരു മൂന്നാല് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ് എന്താ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ജഡ്ജി മെന്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ജഡ്ജി മെന്റാലിറ്റി ഉണ്ടാവും. അതൊരു നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ഒന്ന്, നമ്മൾ എക്സ്ക്യൂസിന്റെ ഉസ്താദുമാരായിരിക്കും ഉണ്ടാവും. നമ്മളിൽ നിന്നൊരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ ഇൻവോൾവ് ആകുന്ന ഒരു സിസ്റ്റത്തിൽ ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. ദെൻ പ്രജുഡീസ്, മുൻധാരണം. ഏത് വിഷയങ്ങളിൽ നമ്മൾ മുൻധാരണയിൽ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ പെശകായിട്ടാണ് പോവുള്ളൂ. ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാവില്ല. പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാനത് കൂടുതൽ പങ്കുവെക്കുന്നില്ല. എന്താണ് ആറ്റിറ്റ്യൂഡ്? നിങ്ങളൊരു അഭിപ്രായത്തിൽ നമുക്ക് പങ്കുവെക്കുക. എന്താണ് ആറ്റിറ്റ്യൂഡ്? കാരണം നിങ്ങൾ കുറെ ക്ലാസ്സുകൾ കേൾക്കുക, നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രകാരം നിങ്ങൾ പല രീതിയിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്, ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകളാണ്. ദെൻ വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ്? മാനസികാവസ്ഥ. മാനസികാവസ്ഥ. ഓക്കെ, യെസ്, വെൽ ഡൺ. ദെൻ നെക്സ്റ്റ്, മനോഭാവം. മനോഭാവം. യെസ്, മനോഭാവം. ഇതെല്ലാവരും നല്ല മലയാള പണ്ഡിതരോട് നല്ല കൃത്യം പരിഭാഷകൾ വരുന്നുണ്ട്. ചെറുതായിട്ട് ഒന്നുകൂടി വ്യാഖ്യാനിച്ചിട്ട് പറയും. നമ്മള് ഓരോ കാര്യത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട്. യെസ് യെസ്, നമ്മളൊരു കാഴ്ചപ്പാട്, ഓരോ വിഷയങ്ങളെയും എങ്ങനെ കാണുന്നു എന്നുള്ളത്. യെസ്. ദെൻ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത്. യെസ്, അപ്പൊ ആ കാഴ്ചപ്പാടാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. യെസ്, നമ്മുടെ ഇത് തന്നെയാണ് ഏകദേശം ഒരു മീനിങ് വരുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളുള്ള സമീപനങ്ങളാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാഴ്ചപ്പാട് നാക്കാം, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും നമ്മളൊരു ഐസ്ബർഗ് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒരു 10% മാത്രമാണ് നമ്മൾ മുകളിൽ കാണുന്നത്. അതാണ് നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ ഹാപ്പിനെസ് എല്ലാം. പക്ഷെ 90% ഐസ്ബർഗിന്റെ താഴത്താണുള്ളത്. ദാറ്റ്സ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതില്, ആളുകളോട് ഇടപെടുന്ന വിഷയത്തില്, ഇതിനെല്ലാം ഒരു 90% അല്ലെങ്കിൽ ഒരുപക്ഷെ 100% എന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കും. അത്രയും സ്വാധീനമുണ്ട്
ആറ്റിറ്റ്യൂഡ്. അല്ലേ? ഇവിടെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇസ് എവരിതിങ് എന്നുള്ളൊരു വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലെ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കഴുതയുടെ, ഞാനത് ഷെയറിങ് സാധിക്കുന്നില്ല, ഞാൻ അതുകൊണ്ടാണ്. യെസ് മാഡം, ഷെയർ ചെയ്യാൻ പറ്റുമോ സ്ക്രീന്? സാറിന് ഹോസ്റ്റ് ആക്കിയിട്ടില്ലേ? ഓക്കെ. ഹോസ്റ്റ് ആക്കിയിട്ട് മാഡം? ഹോസ്റ്റ് ആണല്ലോ. Restore. ഓക്കെ, കാണുന്നില്ലേ മാഡം? ഹലോ. കാണാണ്ട് സാറേ. യെസ്. സാധാരണ നമ്മള് നിർവചനം പറയാറുള്ളത് ആറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഒരു മാനസിക അവസ്ഥയാണ്. ദെൻ യുവർ ആറ്റിറ്റ്യൂഡ് ഇസ് യുവർ മൈൻഡ് സെറ്റ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണ് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്നത്. ഈ മൈൻഡ് സെറ്റ് പ്രകാരമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദെൻ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഈ പിക്ചർ കണ്ടുപോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? നിങ്ങളൊന്ന് പങ്കുവെക്ക്. അതിന്റെ ഇടയെ ഹലോ. ഒരു പ്രഗ്നന്റ് ഡോങ്കി. പ്രഗ്നന്റ് ഡോഗി. ദെൻ ഒരു നോർമൽ അവസ്ഥയിൽ നമ്മൾ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നോർമൽ നമുക്ക് എന്തൊക്കെയാണ് വരിക? ഒരു ഡോങ്കിയാണ്. ദെൻ ഹലോ, എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ. കാണാണ്ട്. അതിപ്പോ ഡോങ്കി ആയതുകൊണ്ട് പറയാനുള്ള മടിയാന്ന് എനിക്കറിയില്ല. ഓക്കെ, സാധാരണ രീതിയിൽ നമുക്ക് ഡോങ്കി വരുന്ന സമയത്ത് ഡോങ്കിയാണ്. നമ്മൾ സാധാരണ കഴുതയാണെന്ന് പറയുന്ന രീതിയിൽ ഒന്നിനും പറ്റാത്തവരാണ്, ഒരു ഉപകാരം ഇല്ലാത്തവരാണ്, വളരെ ഗ്ലാമർ ഇല്ല, അങ്ങനെയൊക്കെ രീതിയിലേക്കാണ് വരിക. അപ്പൊ നമ്മൾ ഒരിക്കലും അതിലൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടല്ലോ, നല്ലോണം അധ്വാനിക്കുന്ന ഒരു ഡോങ്കിയാണ്. അതുപോലെ തന്നെ നല്ല ഒരു വർക്കിംഗ് അനിമൽ ആണ്, വൺ ഓഫ് ദ ഹാർഡ് വർക്കിംഗ് അനിമൽ ആണ് എന്ന രീതിയിൽ അധിക പേരുടെ ചിന്തയിലേക്ക് വരില്ല. നമ്മളൊരു സാറ് പറഞ്ഞു, ഒരു പ്രഗ്നന്റ് ലേഡി ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് സാർക്ക് തോന്നിയാണ്, അത് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇതുപോലെ നമ്മുടെ ചില എക്സ്പീരിയൻസ് കൊണ്ട്, നമ്മുടെ മുമ്പത്തെ ചില എക്സ്പീരിയൻസ് കൊണ്ട്, നമ്മുടെ ചില പ്രജുഡ്യൂസ് കൊണ്ട് ഓരോ വിഷയങ്ങളെയും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് നമ്മൾ പല മനുഷ്യന്മാരോട് നമ്മൾ ഇടപെടുന്നത്. പല മനുഷ്യന്മാരോട് നമ്മൾ ഇടപെടുന്നത് എങ്ങനെയാണ്? ചില മുൻധാരണകൾ, ചില രീതികൾ അവരെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്കെൽറ്റന്റെ രീതിയിലാണ് ആദ്യം ഓരോരുത്തരെ പറ്റിയിട്ട് നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ ആ ഫ്രെയിമിലേക്ക് മറ്റുള്ളവരെ ഇങ്ങനെ കൊണ്ടുവരും. ആ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് അതുപോലെയാണ് പിന്നെ നമ്മൾ അവരോട് പെരുമാറിക്കൊണ്ടേയിരിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം ഓരോ വിഷയങ്ങളോടും
ഓരോ സിസ്റ്റത്തിനോടും ഓരോ വ്യക്തികളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. Then here is ഈ ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചറിൽ നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, ഈ ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്. മറ്റേത് ഗ്ലാസ്സിൽ പകുതി വെള്ളമില്ല. രണ്ടും ശരിയാണ്. എന്നാൽ ഇത് നമ്മുടെ ചോയ്സ് ആണ്, നമ്മൾ എന്ത് പറയണം എന്നൊരു രീതി. ഇപ്പൊ നമുക്കറിയാം, ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. ഉള്ള കാര്യത്തിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ സംസാരിക്കണം. മറിച്ചാണെങ്കിലോ, ഗ്ലാസ്സിൽ പകുതി വെള്ളമില്ല, ആ ഒരു കമാൻഡ് കൃത്യം ശരി തന്നെയാണ്, പക്ഷെ അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ഓവർ ജനറലൈസ് ചെയ്തിട്ടല്ല, ഒരു മൊത്തത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമന്റ് പറഞ്ഞ ആളുകളെല്ലാം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെയൊക്കെ ചില ആളുകൾ നമ്മൾക്ക് ഉള്ള കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യില്ല, ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജഡ്ജി മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ലൈഫിൽ എത്ര ഇൻസിഡന്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ പിഴച്ചിട്ടുണ്ടാവും. അവിടെ എല്ലാം നമ്മളെ ഒന്നുമില്ലെങ്കിൽ ന്യായീകരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെന്താ കാര്യമുള്ളത്? ഇഷ്ടംപോലെ അവിടെ പോസിറ്റീവായ കാര്യങ്ങളുണ്ടാവും. ആ പോസിറ്റീവായ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മനോഹരമാക്കാൻ പറ്റും നമ്മുടെ ജീവിതം. ആറ്റിറ്റ്യൂഡ് ഈസ് എ ചോയ്സ് ആണ്. നമ്മുടെ വിത്ത് യുവർ ബാഡ് ആറ്റിറ്റ്യൂഡ് യു ക്യാൻ നെവർ ഹാവ് എ പോസിറ്റീവ് ഡേ. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഒരു ബാഡ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോസിറ്റീവായ ദിവസം ഉണ്ടാവുകയില്ല. വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് നമുക്കെങ്കിൽ ആ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നെവർ ബാഡ് ഡേ. The next, don't compare yourself with anyone. ഇതിലൊരു ബേസിക് പോളിസി എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ബേസിക് പോളിസി എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിനെ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് എനിവൺ ഇൻ ദ വേൾഡ്. ഇവിടെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിലേക്ക് നഷ്ടം വരുന്നത്. ശരിക്ക് ഇഫ് യു കമ്പയർ യുവേഴ്സ് യു ആർ ഇൻസൾട്ടിങ് യുവർ സെൽഫ്. നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാണ് ശരിക്കും നമ്മൾ നമ്മെ ഇൻസൾട്ട് ചെയ്യാനാണ്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ദൈവത്തെ, നമ്മുടെ പ്രപഞ്ചത്തെ നമ്മൾ കളിയാക്കുന്നതിന് തുല്യമാണ്. ഓൾ ആർ യൂണീക്ക്. എല്ലാവരും വ്യത്യസ്തരാണ്. ഒരാളും ഒരാളെ പോലെ ഇല്ല. ഇപ്പൊ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന മണി സാർ ഉണ്ട്, ഷൈനി മേഡം, ഷീല മേഡം, സുബേർ, ഇവര് കുറെ, സുബ്രഹ്മണ്യൻ, ഇവരെല്ലാവരും ഉണ്ട്. ഇവരൊരിക്കലും നാഫിയാകും നോക്കേണ്ട ആവശ്യമില്ല. നാഫി ഒരിക്കലും അവിടെ പോലെ ആവാനും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ കമ്പാരിസൺ ആണ്. ഈ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് നമുക്ക് നഷ്ടപ്പെടും. ആ ഹാപ്പിനെസ് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് ആ സിസ്റ്റത്തിനോട്, നാം ഉൾക്കൊള്ളുന്ന സൊസൈറ്റിയോട്, നമ്മുടെ ഇടപെടുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളോട്, അവിടെ എല്ലാം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യും. അത് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെന്റാലിറ്റി വരണം. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ സംസാരങ്ങളും രീതികളെല്ലാം നമുക്ക് മാറാൻ സാധിക്കുക. സാധാരണ ഒരു രാജാവിന്റെ കഥ പറയാറുണ്ട്. വലിയൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന് വ്യാഖ്യാനം തേടിപ്പോയി. പല ആളുകളും പറഞ്ഞു, ഒരു സ്വപ്ന വ്യാഖ്യാനം നൽകുന്ന ആൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബക്കാരെല്ലാം വേഗം മരിച്ചു പോകും. ആ ഒരു വ്യാഖ്യാനം കേട്ട ഉടനെ രാജാവ് ആ ഒരു സ്വപ്ന പണ്ഡിതനെ വെട്ടിക്കൊന്നു. രണ്ടാമത് ആള് വന്നിട്ടും ഇതേപോലെ മറുപടിയാണ് നൽകിയത്. എന്നാൽ
വലിയ യുക്തിയുള്ള ഒരു വ്യക്തി വന്നിട്ട്, ഒരു പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് നല്ല ദീർഘായുസ്സുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞു. രാജാവ് അവർക്ക് സമ്മാനങ്ങൾ നൽകി പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും പറഞ്ഞത് ഒന്നാണ്. പക്ഷെ ആദ്യം പറഞ്ഞ പണ്ഡിതന്മാര് ആ ഒരു നെഗറ്റീവ് കാര്യം, നിങ്ങളെ കുടുംബത്തിലെ പണ്ഡിതന്മാരെല്ലാം അല്ല, നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളെല്ലാം ആദ്യം മരിക്കും എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നെഗറ്റീവാണ്. എന്നാ യുക്തിമാനായ പണ്ഡിതൻ എന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്കാണ് ദീർഘായുസ്സുള്ളത്, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ ദീർഘായുസ് നിങ്ങൾക്കുള്ളത്. രണ്ടും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താ രീതികൾ, നമ്മുടെ സംസാര ശൈലികളെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. Then no one are manufacture a lock with a key. ഒരു ലോക്കും കീ ഇല്ലാതെ ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നില്ല. Similarly, God won't give problem without solution. ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം ഒരാൾക്കും ഒരു പ്രശ്നം നൽകുന്നില്ല അതിനൊരു പരിഹാരമില്ലാതെ. ഈ ഒരു ചിന്താഗതി നമ്മൾ അടിയുറക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ താക്കോലില്ലാതെ ഒരു പൂട്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഒരു പ്രയാസവും ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് നൽകുന്നില്ല. ലൈഫ് നമ്മളിങ്ങനെ അൺഹാപ്പി ആകുമ്പോൾ ജീവിതം നമ്മളിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് ലോഫ് അറ്റ് യു വെൻ യു ആർ അൺഹാപ്പി. ലൈഫ് സ്മൈൽ അറ്റ് യു വെൻ യു ആർ ഹാപ്പി. നമ്മൾ ഹാപ്പി ആകുമ്പോൾ ജീവിതം നമ്മോട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. ലൈഫ് നമ്മളോട് സെല്യൂട്ട് ചെയ്യും. നമ്മുടെ സാമീപ്യവും നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ചിരിക്കുകയാണെങ്കിൽ ജീവിതം നമ്മോട് സെല്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നന്മയാണെന്ത്? നമ്മൾ കാരണം കൊണ്ട് നമ്മുടെ ചുറ്റുമട്ടമുള്ള ആരെങ്കിലും ഒരാൾ ചിരിക്കുകയാണെങ്കിൽ, സന്തോഷിക്കുകയാണെങ്കിൽ, അതിലും വലിയൊരു കാര്യം നമുക്ക് കിട്ടാൻ. ഇതിന് നിങ്ങൾ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടാവും അല്ലേ? ഹൗ ഇസ് ഗായത്രീസ് കറന്റ് സ്റ്റാറ്റസ്? അവളുടെ അഡ്മിഷന്റെ കാര്യത്തിൽ എന്താണ്? സോറി സുബ്രഹ്മണ്യ സർ, ഹലോ, ഒരു കേൾവി കേൾക്കാനെങ്കിൽ തപ്പടിക്കുങ്ങളാ? സുബ്രഹ്മണ്യൻ സാർ അല്ലേ? അതെ സാറേ, ഓക്കെ സുബ്രഹ്മണ്യൻ സാറേ. ഞാൻ മ്യൂട്ട് ചെയ്ത് അവര് അന്വേഷിച്ചിട്ട് കുഴപ്പമില്ല. ഇവിടെയാണ് സാധാരണ ഒരു കോട്ട് ഉണ്ട്, ജീവിക്കാൻ അറിയുന്നവനിക്ക് ജീവിതം വളരെ മനോഹരമാണ്, ജീവിക്കാൻ അറിയാത്തവനിക്ക് ജീവിതം ഒരു മടുപ്പാണ്. ആ ജീവിക്കാൻ അറിയാനുള്ള ഏറ്റവും നമ്മുടെ ഉള്ളിലത്തെ ഒരു മൈൻഡ് സെറ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റായി മാറേണ്ടതിന് പ്രിയപ്പെട്ടവരാണ്. എവരി സക്സസ്ഫുൾ പേഴ്സൺ ഹാസ് എൻ പെയിൻഫുൾ സ്റ്റോറി. ഏത് വിജയിച്ച ആളുകൾക്കും ഒരു വേദനയുള്ള, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രയാസം വരുന്ന കുറെ കഥകൾ പറയാനുണ്ടാവും. എവരി പെയിൻഫുൾ സ്റ്റോറി ഹാസ് എ സക്സസ്ഫുൾ ക്ലോസിംഗ്. പ്രിയപ്പെട്ടവരെ, എവിടെ വേദനാജനകമായ കഥകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മനോഹരമായ ഒരു എൻഡിങ് ഉണ്ട്. ആക്സെപ്റ്റ് ദ പെയിൻ, ഗെറ്റ് റെഡി ടു ഫോർ സക്സസ്. ജീവിതത്തിൽ ചില പ്രതിസന്ധി പ്രയാസങ്ങൾ ഉണ്ടാവും, അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ സ്വന്തത്തെ കൃത്യമായി അറിയുന്നതിനെ പറ്റി 3 A പറയാറുണ്ട്. ദ ഫസ്റ്റ് വൺ, നിങ്ങൾ നേരത്തെ പറഞ്ഞ കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. അതിന്റെ ഏറ്റവും വലിയൊരു പോളിസിയാണ് ആക്സെപ്റ്റ് യുവർ സെൽഫ്. ഫസ്റ്റ് A, നിങ്ങൾ നിങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ട്. എനിക്ക് ചില ഗുണങ്ങളുണ്ട്, ചില കുറവുകളുണ്ട്, എനിക്ക് ചില വീക്ക്നെസ് ഉണ്ട്, എനിക്ക് ചില സ്ട്രെങ്ത് ഉണ്ട്. ഞാൻ നെഗറ്റീവ് സ്വഭാവമാണെങ്കിൽ മാറ്റണ്ട, അതിന്റെ തിരുത്തുകൾ വരുത്തണ്ട എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. എനിക്ക് ചില സ്കില്ലുകൾ കുറവാണ്. ഇപ്പൊ ഞാൻ ട്രെയിനിങ്ങിന് സ്ഥിരമായി പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. പാട്ട് പാടാൻ അറിയുമായിരുന്നു, എന്റെ ട്രെയിനിങ് ഒന്നും കൂടി മനോഹരമാക്കാമായിരുന്നു. പക്ഷെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് ചില നല്ല സ്ട്രെങ്ത്തുകൾ ഉണ്ട്, എനിക്ക് ചില കുറവുകളുണ്ട്. എന്റെ ഫാമിലി സ്റ്റാറ്റസ് ഇങ്ങനെയാണ്, എനിക്ക് ഫിനാൻഷ്യൽ എന്റെ സാലറി ഇങ്ങനെയാണ്. ഇങ്ങനെ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്
ആക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ട്. ദെൻ അവെയർ വേർ യു. ഇപ്പോൾ നിങ്ങളുടെ പൊസിഷൻ ഏതാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്, ബോധേറാവേണ്ടതുണ്ട്. അവെയർ വേർ യു ആർ. എന്റെ പൊസിഷൻ ഇതാണ്, ഇപ്പൊ എന്റെ മൈൻഡ് സെറ്റ് ഇതാണ്. ഞാൻ ക്വിക്ക് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് നല്ല സ്ട്രെസ്ഫുൾ ആണ്. സ്ട്രെസ് ആയി കഴിഞ്ഞാൽ എനിക്ക് പലതും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഓരോ മേഖലയിലും അവെയർ വേർ യു ആർ. ദ ലാസ്റ്റ് വൺ, അവോയ്ഡ് വോണ്ട് ഹെൽപ്പ് യു. നമ്മുടെ പേഴ്സണൽ, നമ്മുടെ കരിയർ, ഇതിനൊന്നും ഹെൽപ്പ് ചെയ്യാത്ത കാര്യങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ടവരെ നോ പറയാൻ നാം തയ്യാറാവണം. ഇവിടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇപ്പൊ കമ്മിങ് അപ്പായ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ ഇതാണ്, നോ പറയാൻ സാധിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു തവണ ഒരു കോളേജ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരെല്ലാം പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുതേ എന്ന് ഇപ്പോഴും ചെയ്തു പോയ കാര്യങ്ങൾ ഖേദിക്കുന്നുണ്ടെങ്കിൽ, മുമ്പ് ചെയ്ത തെറ്റിനെ പറ്റി ഖേദിക്കുന്നുണ്ടെങ്കിൽ, ആ തെറ്റുകളെല്ലാം ഞാൻ ചെയ്തത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ആ കൂട്ടത്തിനോട്, എൻ്റെ കൂട്ടുകാരോട് എനിക്ക് നോ പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ പല ട്രാപ്പിലേക്കും പെട്ടുപോയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അവോയ്ഡ് വോണ്ട് ഹെൽപ്പ് യു. നമുക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടത്. നമ്മുടെ പേഴ്സണൽ ആൻഡ് കരിയർ ഡെവലപ്മെന്റിന് സഹായിക്കാത്ത കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ പെയിനുകളും നമ്മുടെ വിഷമങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വിജയത്തിലേക്ക് തയ്യാറാവാൻ സാധിക്കും. ഇറ്റ് ഈസ് ഈസി ടു ജഡ്ജ് മിസ്റ്റേക്സ് ഓഫ് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് ഡിഫിക്കൽട്ട് ടു റെക്കഗ്നൈസ് അവർ ഓൺ മിസ്റ്റേക്ക്. നേരത്തെ പറഞ്ഞ കാര്യം, നമ്മുടെ മിസ്റ്റേക്കിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അതിന്റെ അർത്ഥം നമ്മൾ ഡിഫിക്കൽട്ട് ആ പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ഈസി ടു പ്രൊട്ടക്ട് യുവർ ഫീൽ വിത്ത് സ്ലിപ്പേഴ്സ് ദാൻ ടു കവർ എർത്ത് വിത്ത് കാർപ്പറ്റ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ മുള്ളുകളിൽ നിന്ന് തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രമിക്കാറുള്ളത് ഭൂമി മുഴുവൻ കാർപ്പറ്റ് ഇടാനാണ്. ഭൂമി മുഴുവൻ കാർപ്പറ്റ് ഇടാൻ നോക്കേണ്ടതില്ല. നിനക്ക് രക്ഷിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവർ, നമുക്ക് ഓരോരുത്തരും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചെരുപ്പിട്ടാൽ മതി. സാധാരണ പറയാറുണ്ടല്ലോ, രാജാവിന് വലിയൊരു അസുഖം വന്നു ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞു. പലരും പല മരുന്നുകൾ നൽകി, ഇവിടെ ഒന്നും ശരിയാകുന്നില്ല. ഒരു വിശ്വകരൻ വന്നിട്ട് പറഞ്ഞു, രാജാവെ, നിങ്ങൾ കാണുന്നതെല്ലാം പച്ച കളറാക്കിയാൽ മതി, നിങ്ങൾ പച്ചയിലേക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ആ സമയത്ത് രാജകൊട്ടാരത്തിന്റെ പെയിന്റ് മൊത്തം പച്ചയാക്കി, അവിടെയുള്ള ആളുകളുടെ എല്ലാ ഡ്രസ്സുകളും പച്ചയാക്കി. അപ്പൊ പിന്നെ പച്ചയിലേക്ക് നോക്കുന്ന സമയത്ത് മനോഹരമായി പ്രയാസമുള്ള രോഗങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. ഭൂമിയിലേക്ക്, കൊട്ടാരത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആ പരവതാനി എല്ലാം പച്ചയാക്കി. അപ്പോഴും നല്ല സന്തോഷം ലഭിച്ചു. അറിയാതെ രാജാവ് മുകളിലേക്ക് നോക്കിപ്പോയി. ആകാശത്തേക്ക് നോക്കിയപ്പോൾ അത് പച്ചയാക്കാൻ സാധിക്കില്ലല്ലോ. ആ സമയത്ത് വിശ്വകരനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ ചികിത്സ ഉഷാറാണ്, നമ്മുടെ പ്രാക്ടിക്കൽ അല്ലാതെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കൊട്ടാരങ്ങളും എല്ലാ ആളുകളെയും പച്ച പെയിന്റ് അടിച്ചു, ഡ്രസ്സുകളെല്ലാം പച്ചയാക്കി. ആ സമയത്ത് വിശ്വകരൻ പറഞ്ഞു, എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ ഒരു പച്ച കളറിട്ടാൽ മതിയിരുന്നില്ലേ, എന്തിനാണ് മറ്റുള്ളവരെ എല്ലാം നിങ്ങൾ പച്ച അടിപ്പിച്ചത്? ഒരു പച്ച കളറിട്ടിരുന്നെങ്കിൽ ലോകമെല്ലാം നിങ്ങൾക്ക് പച്ചയായി കാണാൻ പറ്റുമായിരുന്നു. ഇവിടെയാണ് നമ്മളെല്ലാം മറ്റുള്ളവരെ മാറ്റിയിട്ടും സൊസൈറ്റിനെയും സിസ്റ്റത്തിനെയും മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ കാര്യം നടക്കണമെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ നന്നായാൽ, എൻ്റെ മക്കൾ നന്നായാൽ ഞാൻ ഹാപ്പി ആവും. എൻ്റെ മക്കൾ നന്നായിട്ട് വേണം എനിക്ക് അങ്ങനെ ചെയ്യാന്. എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ, അവരുടെ ട്യൂണുകളെല്ലാം മാറിയതിനു ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ. നടക്കില്ല. നമുക്ക് അവരെ മാറ്റാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡും പേഴ്സ്പെക്റ്റീവും മാത്രം മാറ്റുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സാധിക്കുകയുള്ളൂ. No one can go back and change a bad beginning. നമുക്കൊരിക്കലും പിറകോട്ട് പോയിട്ട് മോശമായ തുടക്കത്തിനെ മാറ്റാൻ സാധിക്കില്ല. But anyone can change. Anyone can start now and create successful ending. Yes, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സക്സസ്ഫുൾ
എൻഡിങ്ങിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. ഇവിടെ ഞാൻ നിങ്ങൾ പങ്കുവെച്ചത് വളരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളെയും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ആരും ഉപദേശിക്കല്ല, വളരെ വെറുപ്പുള്ള ഒരു കാര്യമാണ് ഉപദേശം എന്നുള്ളത്, ഉപദേശിക്കല്ല. നമുക്ക് എപ്പോഴും സമവാക്യം ഞാൻ പറയാറുണ്ട്, I+R=O. I പറഞ്ഞാൽ ഇൻസിഡന്റ് ആണ്. ഇൻസിഡന്റ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യമാണ്. നമുക്ക് അതിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇപ്പൊ കൊറോണ വന്നു, സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു, ഇപ്പൊ നമ്മുടെ കാശിന്റെ മൂല്യം കുറയുന്നു. ഇതൊന്നും നമുക്ക് ഡയറക്റ്റ് നിയന്ത്രിക്കാൻ സാധിക്കില്ല. എന്നാൽ I+R റെസ്പോൺസ് ആണ് നമ്മുടേത്. =O. നമ്മൾ പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിരിക്കും. എന്ത് പ്രതിസന്ധിയും എന്ത് കാര്യം ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ റെസ്പോൺസ് മാത്രമാണ്. നമ്മുടെ മക്കളുടെ ഡീലിങ്സ്, നമ്മുടെ വൈഫിന്റെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ, നമ്മൾ വർക്ക് ചെയ്യുന്ന കോളേജസിന്റെ, നമ്മുടെ ബോസിന്റെ, നാട്ടുകാരുടെ, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടതേ അല്ല. ഇവിടെ വേറൊരു നെഗറ്റീവ് നിങ്ങൾക്കറിയോ? നമ്മളെല്ലാം ആവലാതിപ്പെടുന്നത്, അവരെന്താ അങ്ങനെ പെരുമാറുന്നത്, അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇതാണ് ആലോചന നമ്മൾ സമയം ചെലവഴിക്കുന്നത്. അത് ആലോചന മാത്രമാണ് ബാക്കിയാവുക. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, അതിനെ ഡീൽ ചെയ്യാൻ സാധിക്കില്ല. യെസ്, I+R=O. If it is R positive, then റിസൾട്ട് ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. ഈ നമ്മുടെ റെസ്പോൺസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ഇൻസിഡന്റുകൾക്കും ഒരു ഇമോഷൻസും ഇല്ല, നമ്മളാണ് കൊടുക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്തണം. ഇപ്പൊ ലൈവിൽ ഇവിടെ സുബ്രഹ്മണ്യ സാറുണ്ട്, മണി സാറുണ്ട്. ഇവർ രണ്ടുപേർക്കും ഉഷാറായിട്ട് ഹോട്ടലിലേക്ക് പോവാണ്. ഒരു സമയത്ത് ഒരു ഏരിയയിലേക്ക് പോയ സമയത്ത് വിശപ്പ് ആണ്. സുബ്രഹ്മണ്യ സാർ ഹോട്ടലിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും നല്ല ആള് ഫുഡ് ചെയ്യാൻ തോന്നുന്നു. അറിയില്ല. ഇതില് ഞാൻ പറയാന്ന് വെച്ചാല് വളരെ പ്രയാസത്തോടു കൂടി വിശന്ന സമയത്ത് പോവാണ്. ഹോട്ടലിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു കുഴിമന്തി മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് മാത്രം പറയണേ, മണിസർക്ക് കുഴിമന്തി തീരെ ഇഷ്ടമല്ല, ഭയങ്കര വെറുപ്പ. സങ്കല്പിച്ചാൽ മതി സാറേ, ഇപ്പൊ വിഷമിക്കൊന്നും വേണ്ട, ഭയങ്കര പ്രയാസമാണ്. എന്നാ സുബ്രഹ്മണ്യ സാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഴിമന്തി പറഞ്ഞാൽ പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. മറ്റേ പറഞ്ഞ പോലെ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാറ്റ് മാത്രമേ കാണുള്ളൂ പറഞ്ഞത്. അതേപോലെ പിന്നെ കുഴിമന്തി ആയി കഴിഞ്ഞാൽ ആ ജാതിയാണ്. ഈ ഒരു അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കുഴിമന്തി വന്നു കഴിഞ്ഞാൽ മണി സാർ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഒന്ന് പങ്കുവച്ചാണ്. നല്ല വിശന്ന് പോവുകയാണ്, അവിടെ കുഴിമന്തി മാത്രമേ ഉള്ളൂ എന്ന് കേട്ട ഉടനെ അത് കുഴിമന്തിയെ വെറുക്കുന്ന മണി സാറിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഒന്ന് പങ്കുവെക്കി. മണി സാറിനെ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞല്ലോ, ആരെങ്കിലും പറയും. സുബ്രഹ്മണ്യ സാർ പറഞ്ഞു, ആരും പറഞ്ഞു. ഞാൻ അവിടെ ആ ഹോട്ടലിൽ കയറിയിട്ട് കുഴിമന്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ മണിസാറിനെ വേണ്ടിട്ട് വേറെ ഹോട്ടലിലേക്ക് പോകും. വേറെ ഹോട്ടലൊന്നും ആ ഏരിയയിലില്ല. മണിസാർ എന്തായിരിക്കും പറയുന്നത്? മണിസാർക്ക് കുഴിമന്തി വേറെ ഒന്നും കിട്ടുന്നില്ല, ഹർത്താലാണ്, അന്ന് കുടുങ്ങി തുറന്നിട്ടാണ്. മണിസാർ എന്തായിരിക്കും ആ സമയത്ത് പറയുന്നത്? വെള്ളം കുടിക്കുക, അല്ല അവിടുന്ന് ചായ വെള്ളം കുടിക്കുക. ഒന്നില്ലെങ്കിൽ പ്രാഗും, ഇത് സാരാണ് ഇവിടെ അങ്ങനെ എങ്ങനെയെന്നല്ലേ. എന്നാ സുബ്രഹ്മണ്യം ദേഷ്യം വരും, ഹോട്ടലിന്റെ പ്രാഗാനുസരിച്ച് ഇത് എന്ത് നാട്ടിൽ ഇവിടെ കുഴിമന്തി മാത്രം ഉണ്ടാക്കുന്നത് ഒക്കെ പറയും. സുബ്രഹ്മണ്യ സാറാണല്ലോ ഹായ് ദൈവമേ ഹാപ്പി, ഇത് കിട്ടിയല്ലോ എന്ന രീതിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കുഴിമന്തിക്ക് ഒരു കുഴപ്പപ്പെടണ്ടോ? കുഴിമന്തിക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾക്കാണ് പ്രശ്നം വരുന്നത്. കാര്യം പറ്റില്ലോ, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറെ കാര്യം ഇങ്ങനെയാണ്. ആ ഇൻസിഡന്റിന് ഒരു വിഷയം ഉണ്ടാവില്ല. നമ്മൾ അതിനെങ്ങനെയാണോ കാണുന്നത്, അതിനെങ്ങനെയാണോ നമ്മൾ ന്യായീകരിക്കുന്നത്, അത് നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യം നടക്കുന്നത്. അതുകൊണ്ട്
സാധാരണ ഒരു APJന്റെ കൂട്ട് പറയണ്ടേ, യു കനോട്ട് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ സാധിക്കില്ല. യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, യു ക്യാൻ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ സാധിക്കും. ആറ്റിറ്റ്യൂഡ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ആ ഒരു കാര്യം കൃത്യമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്, വളരെ മനോഹരമായി നമ്മൾ കാണേണ്ടതുണ്ട്. ആ ആറ്റിറ്റ്യൂഡിനെ എവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങളെ ഡീൽ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ മക്കളുള്ള പെരുമാറ്റങ്ങളിലും പല കാര്യങ്ങളിലെല്ലാം അങ്ങനെ തന്നെ. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നമ്മളെ ഹാർഡ് വർക്ക് സാധാരണ പറയാറുണ്ട്, ഹാർഡ് വർക്ക് ഇതെല്ലാം നമുക്ക് വേണം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ എല്ലാം കഴിയും. ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ നെഗറ്റീവിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും, നമ്മുടെ കുറെ മുൻധാരണകൾ ഉണ്ടാവും. ഇതെല്ലാം സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതുണ്ടാവാൻ പാടില്ല. ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ ലൈഫ് വളരെ ഹാപ്പി ആവും. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ്. നമ്മുടെ മനോഹരമായ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് എല്ലാ സമയത്തും ഉണ്ടാക്കിക്കൊണ്ട് ജീവിതം മൊത്തം ഹാപ്പി ആവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. എന്തായാലും ഇന്ന് നല്ലൊരു സബ്ജക്റ്റാണ് സാർ എടുത്തത്, ആറ്റിറ്റ്യൂഡ് എവരിത്തിങ്. നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ മാറ്റാൻ കഴിയില്ല, പക്ഷെ ആദ്യം മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം മാറണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മാറ്റാനും കഴിയുള്ളൂ. അപ്പോ എനിവേ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി ഫീഡ്ബാക്ക് സെക്ഷനാണ്. ഓരോരുത്തരായിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയാം. ഞാൻ വീഡിയോ ഓൺ ആക്കാത്ത റേഞ്ച് ഇഷ്യൂ ഉണ്ട്, നല്ല കട്ടായി പോകും. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. ഞാൻ സാറെ ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എ വെരി വെൽ പ്രസന്റേഷൻ. ഞാൻ ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. 10+ കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് അവരുടെ ഒരു ഓർഗനൈസേഷനിൽ കയറാറുള്ളത്. അപ്പൊ അതിൽ ഞാൻ എപ്പോഴും പറയുന്നത് യു ക്യാൻ സേ നോ. നമ്മളുടെ ബോസിനോട് നമുക്ക് നോ പറയാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ വാലിഡ് റീസൺ. അതാണ് ഞാൻ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ സാറ് ഇതിൽ ഞാൻ അതുകൂടെ ഒന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഐക്യരപ്പടിയിൽ ഒരു മാരിടൈം കോളേജിലെ ഫാക്കൽറ്റിയാണ്. മാരിടൈം മറൈൻ എഞ്ചിനീയറിംഗ് മറൈൻ കോളേജ്. താങ്ക് യു സർ. ഹലോ, താങ്ക് യു സാറേ, താങ്ക് യു. അടുത്തത് ആരാ പറയണത് ഫീഡ്ബാക്ക്? ഹലോ, ബീന മാം. മണിസാറ, 2 വാക്ക് പറയും ഫീഡ്ബാക്ക്. മാജിക് മോർണിംഗ് സർ, നാഫി സർ. നല്ലൊരു പ്രസന്റേഷൻ ആണ്, നല്ലൊരു സബ്ജക്റ്റുമാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ്. നമ്മളെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മളെ കാഴ്ചപ്പാട്, നമ്മളെ മനോഭാവത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെല്ലാം അത് ഓരോ കാര്യങ്ങളെ സമീപിക്കുന്നത്. അത് എങ്ങനെയുള്ള സമീപനമാണ് അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഫലം ഉണ്ടാകും. അപ്പോൾ സാറ് പറഞ്ഞതായിട്ട് ഒരു ഗ്ലാസ് പകുതി വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു വിൻഡോ പകുതി തുറന്നാൽ അടച്ചിട്ടാണോ തുറന്നിട്ടാണോ എന്നുള്ളത് പോലെ ആ സമീപനമാണ് നമുക്ക് വരിക. അപ്പൊ ഏത് പ്രതിസന്ധി വന്നാലും സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ അങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതിലാണ്. അത് എപ്പോഴും പോസിറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിജയിക്കാനൊക്കെ പറ്റും. നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭവിഷ്യത്തുകളും ഉണ്ടാവും. അപ്പം ആദ്യം സാറ് പറഞ്ഞ മാതിരി
നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക. അതുമായി ആദ്യ ഒരു മുൻവിധിയോടെ കാര്യങ്ങളിലേക്ക് എത്തുന്നത് ഒരു ജഡ്ജ്മെന്റിലാകാതെ നോക്കേണ്ടതും ആവശ്യമാണ്. അതുപോലെ കമ്പയർ ചെയ്യുന്ന കാര്യം വളരെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിന് മാത്രം ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നലെല്ലാം വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് സൈഡിലേക്കാണ് പോവുക. അപ്പൊ ഇങ്ങനെയുള്ള പോസിറ്റീവ് അപ്രോച്ച് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ്. സാറ് പറഞ്ഞതുപോലെ എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിപ്പോ ഏത് ലോക്കിനും ഒരു കീ ഉള്ള പോലെ വളരെ മനോഹരമായിട്ടുള്ള എക്സാമ്പിൾ ആയിരുന്നു രാജാവിന്റെ കഥയും. അതെല്ലാം ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരണം എന്നുള്ളതാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു മൻസാർ. താങ്ക് യു. റോസ്ലി മാം. റോസ്ലി മാം. ഷീല മാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ആറ്റിറ്റ്യൂഡ് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ ആക്ഷൻസും, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടും. അപ്പം നല്ലൊരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഇഷ്ടത്തോടെയും അല്ലെ നല്ലൊരു സമീപനത്തോടെയും ചെയ്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. സാധാരണ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ്, ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടൊക്കെ നമ്മൾ ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. പക്ഷെ അവയൊന്നും അങ്ങനെ അല്ലാത്ത രീതിയിൽ നാം സമീപിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നിന്നും നമുക്ക് കിട്ടിയ പാഠം. തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷീല മാം. താങ്ക് യു സാർ. നാഫിസ് സാർ ഒന്ന് ലെഫ്റ്റ് അടിച്ചോളൂ. ബാക്കിയുള്ളവരൊന്നും അതിൽ നിൽക്കണം. കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഹലോ സാറേ, സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. വരുന്നില്ല എന്നാണ് കേട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാള് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ആൾക്ക് 2 വാക്ക് ഫീഡ്ബാക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു കാരണം ഓസ്റ്റിൻ സാർ ക്ലാസ് എന്താണെന്ന് ചോദിച്ചാൽ പഴയ ആൾക്കാരിൽ നമ്മളാണ് മിണ്ടാണ്ടിരിക്കുക, മറ്റുള്ളവർ പറയുമെന്ന് വിചാരിച്ച് അങ്ങനെ കരുതിയിരുന്നാൽ മറ്റുള്ളവർ പറയുന്നില്ല. ക്ലിയർ ഇല്ല ഒരു
നെറ്റ് ഇഷ്യൂ നല്ല ഉണ്ട്, അതാണ് കട്ടായി പോയത്. അപ്പൊ ഇതിലുള്ളവര് കേൾക്കാൻ വേണ്ടി പറയണം. അപ്പൊ നമ്മള് ഒരു ആൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 2 വാക്ക് ഫീഡ്ബാക്ക് പറയാം. ഓരോരുത്തരും മുന്നോട്ട് വരണം. നമ്മളെ ഭാഗത്ത് ആവശ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഹോസ്റ്റൽ സാർ അങ്ങനെ പറഞ്ഞെന്ന് കേട്ടപ്പോ ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഏതെങ്കിലും ഒരു വാക്കിന് നമുക്ക് മനസ്സിലായത് ആ ഒരു വാക്ക് നമ്മൾ പറയാലോ. ഒരു വാക്കിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫീഡ്ബാക്ക് ആയി. നമ്മളിങ്ങനെ വിളിച്ച് ഓരോരുത്തർ ഓക്കെ താങ്ക് യു. കട്ടായി പോവാ.